പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവ് വീണ്ടും നമുക്കൊരവസരം കൂടി തന്നു. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നിശ്ചയമായും ഇതിനും ഒരു ദിവസം കണക്ക് പറയണം. അതുകൊണ്ട് തന്നെ നമ്മൾ തിരുവചനത്തെ എത്രമാത്രം ധ്യാനിക്കുവാനും അതനുസരിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. പരസ്പരം ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ്. ഒരു യഥാർത്ഥ ദൈവവചനത്തിന് ഏതവസ്ഥയിലാണെങ്കിലും അവർക്ക് വചനം അവർക്ക് ആശ്വാസം പകരുന്നതാണ്. ഞാൻ പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ കേട്ട വചനങ്ങളാൽ ഞങ്ങൾക്ക് വളരെ ആശ്വാസം ലഭിച്ചു. അവർ ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ നമ്മളിലൂടെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവരുടെ അവസ്ഥ അറിഞ്ഞ് ഏത് വചനം പറയണമെന്നുള്ളത് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. അങ്ങനെ അവരോട് ഇടപെടാനായിട്ട് കഴിയും. എത്ര അനുഗ്രഹീതമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ 8 സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ആ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഞാനത് ഒരിക്കൽ കൂടി വായിക്കാം. യാക്കോബ് 3:17. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പം ഉയരത്തിലെ ജ്ഞാനത്തിൻ്റെ 8 പ്രത്യേകതകളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾ കണ്ടത്. എന്താണ് കണ്ടത്? നിർമ്മലം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിർമ്മലമാണ്. ഒരു യഥാർത്ഥമായിരിക്കുന്ന വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുന്നത് ഈ ഉയരത്തിലെ ജ്ഞാനത്തിൻ്റെ ഫലമായി മാത്രമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇനി നമ്മൾ തുടർന്നുള്ള ആ ഓരോ പോയിന്റുകൾ നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ട് ചിന്തിക്കാം എന്ന് വിചാരിക്കുക. രണ്ടാമത് നമ്മൾ കാണുന്നത് സമാധാനം. നമുക്കറിയാം, ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ചൊരു വ്യക്തി ഏതൊരവസ്ഥയിലും അവർക്ക് പൂർണ്ണ സമാധാനം ഉണ്ടായിരിക്കും. അത് ദിവ്യമായ സമാധാനം. ലോകം മനുഷ്യർക്ക് ആ സമാധാനം ആസ്വദിക്കുവാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, യേശയ്യാ പ്രവചനം 48-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ദുഷ്ടന് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ്. ദുഷ്ടന് സമാധാനമില്ല. നോക്കുക, ഈവൻ യേശയ്യാവ് അതിൻ്റെ 59-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് സമാധാനത്തിൻ്റെ മാർഗം അവർ അറിയുന്നില്ല. അപ്പോൾ അവർക്ക് സമാധാനത്തിൻ്റെ മാർഗം അറിഞ്ഞുകൂടാ. ഇന്നും സമാധാനം പ്രാപിക്കുവാനായിട്ട് ജനങ്ങൾ എവിടെയെല്ലാം ഓടുന്നു, പക്ഷെ അവർക്ക് ആ സമാധാനം ലഭിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ സമാധാനം തരുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. അപ്പം ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠമായ ദിവ്യമായ സമാധാനമാണ് നമുക്ക് കർത്താവ് തരുന്നത്. എത്ര വിലപ്പെട്ട കാര്യമാണ്. കർത്താവ് പലവട്ടം ശിഷ്യന്മാർ ശത്രുക്കളെ ഭയപ്പെട്ട് ഒരു റൂമിലിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ താൻ വെളിപ്പെടുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്ന്. അവരവിടെ ഭയവിക്കുലായിട്ടിരിക്കുക. തുടർമാനമായിട്ട് നമുക്കറിയാം, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം, 21-ാം വാക്യം, 26-ാം വാക്യം 3 പ്രാവശ്യം തുടർമാനമായിട്ട് ഇവർ വാതിലടച്ച് റൂമിൽ ഇരിക്കുമ്പോൾ 2 പ്രാവശ്യം ശിഷ്യന്മാർക്ക് 1 പ്രാവശ്യം തോമസ് ഇല്ലാഞ്ഞതുകൊണ്ട് തോമസിനോടുള്ള ബന്ധത്തിൽ 26-ാം വാക്യത്തിൽ വീണ്ടും അവർക്ക് വേണ്ടി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. അവിടെയെല്ലാം കർത്താവ് ആദ്യം പറയുന്നത് അവർ ഭയപ്പെട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ സമാധാനം എന്നുള്ളത് എന്താണ്? സമാധാനം എന്നുള്ളത് ദൈവത്തിൻ്റെ ആ ദാനമാണ്. സമാധാനം
ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത്? പലപ്പോഴും നമ്മുടെ അന്യായ ചിന്തകൾ കൊണ്ടായിരിക്കാം. നമ്മൾ ഫിലിപ്പ് ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6ഉം 7ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ സമാധാനം ആസ്വദിക്കുവാൻ കഴിയുന്നൊരു വഴി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6ഉം 7ഉം വാക്യം, ഫിലിപ്പീൻസ് ചാപ്റ്റർ 4 പേജ് 6 and 7. അവിടെ വായിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. കണ്ടോ, എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ അറിവിനപ്പുറമായിരിക്കുന്ന ഒരു ദിവ്യ സമാധാനം നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയാക്കും. ഈ സമാധാനം എപ്പോഴും നിരന്തരമായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായിരിക്കണം. നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം എന്നുള്ളത് അത് 3 പിരിവായിട്ട് നമുക്കതിനെ പഠിക്കാൻ കഴിയും. ആദ്യത്തെ 3 ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ അനുഭവമാണ്. അതെന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം. സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാണെങ്കിൽ ദിവ്യ സമാധാനം ദൈവപൈതലിനെ എപ്പോഴും ആസ്വദിക്കാൻ കഴിയും. പിന്നീട് 3 പരസ്പരമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, ദീർഘക്ഷമ, ദയ, പരോപകാരം. ഇത് പരസ്പരം വേണ്ട കാര്യങ്ങളാണ്. മറ്റ് 3 നമ്മുടെ കൈമുതലായി നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ്? വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഈ ഫലം എപ്പോഴും നമ്മളിൽ കാണണം. കാരണം നമ്മൾ ദൈവാത്മാവുള്ളവരാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമാണ് സമാധാനം എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, നമുക്കൊരു കർത്തവ്യമുണ്ട്. സമാധാനമുള്ളവർ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നമുക്കറിയാം, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് മത്തായി 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അല്ലേ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കണ്ടോ? അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പം നമ്മൾ സമാധാനമുള്ളവരായിരിക്കുമ്പോൾ സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:20 നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. നമ്മൾ മറ്റുള്ളവരോട് ദൈവത്തോട് നിരന്ന് ഈ സമാധാനത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്. എത്ര വലിയ ദൗത്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ദിവ്യ സമാധാനം കൊണ്ടുവരുന്നു. എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. 3-ാമത്തെ കാര്യം ശാന്തത. ശാന്തത അല്ലെങ്കിൽ സൗമ്യത എന്ന് നമുക്ക് ആ വാക്യം വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കർത്താവിൻ്റെ വരവിനോട് വളരെ അടുത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിലിപ്പ് ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പ് ലേഖനം 4:5, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഇന്ന് അനേകരും പെട്ടെന്ന് ഇന്ന് നമുക്കറിയാമല്ലോ, പൊതുവെ ജനങ്ങൾ പെട്ടെന്ന് കൃത്യത വരാം, ക്ഷമാശീലരല്ല. അവർ പെട്ടെന്ന് ആൾക്കാരോട് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ശ്രീബുദ്ധൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു വ്യക്തി വന്ന് വളരെ മോശമായിട്ട് ഇടപെട്ടു, വളരെ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ബുദ്ധന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അപ്പോൾ ആ വ്യക്തി കുറേ നേരം കടന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി നിന്നയും പരിഹാസവും ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ശ്രീബുദ്ധൻ്റെ അടുക്കൽ തൻ്റെ ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഗുരു, അങ്ങേ ആ വ്യക്തി ഇതുപോലെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് എന്താ പറയാഞ്ഞേ? അപ്പം ശ്രീബുദ്ധൻ കൊടുത്ത മറുപടി, അതിന് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒന്നും എടുത്തില്ല, ഞാനതൊന്നും എടുത്തില്ല, സ്വീകരിച്ചില്ല. നോക്കണം. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സൗമ്യതയില്ല? കാരണം നമ്മൾ കേൾക്കുന്നതിനെയൊക്കെ നമ്മൾ പ്രതികരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ബലഹീനതയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ചെവി കൊടുക്കാൻ പാടില്ല.
നമ്മുടെ സൗമ്യത ഇന്ന് എങ്ങനെയുണ്ട് എന്ന് ഒരു സ്വയശോധന ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചിലർ സൗമ്യരായിട്ട് അഭിനയിക്കും. ഒരിക്കൽ ഒരു വിശ്വാസിയായ ഒരു മാലിക്കിനി എന്ന് പറഞ്ഞാൽ യജമാനത്തി, അവിടെ തന്നെ അതേ കൂട്ടായ്മയിൽ പോകുന്ന ഒരു വിശ്വാസിയായ ഒരു സഹോദരി. അപ്പം ഒരിക്കൽ ഒരു അയൽവാസി വന്ന് ഈ യജമാനത്തിയെ വന്ന് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് അനാവശ്യമൊക്കെ പറഞ്ഞ് പള്ളൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ വിശ്വാസി ഇനി പറഞ്ഞു, എൻ്റെ പൊന്നെ, നിൻ്റെ ഈ വലിയ സൗമ്യത, നിൻ്റെ ഈ വലിയ ക്ഷമിക്കാനുള്ള ശക്തി ഇത് കൂട്ടായ്മയിൽ ആർക്കുമില്ല. അതുകൊണ്ട് ഞാൻ കൂട്ടായ്മയിൽ ഈ സാക്ഷ്യം പറയും. ഉടനെ ഈ യജമാനത്തി നല്ലൊരു വിശ്വാസിനിയാണ്. അവർ പറഞ്ഞ്, ഇല്ല സഹോദരി, നിനക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അതൊക്കെ പറയുമ്പോഴെല്ലാം എൻ്റെ ഉള്ള് കരി കൊണ്ട് നിറയുകയായിരുന്നു. പക്ഷെ ഞാൻ പുറമേ അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. കണ്ടോ, അവർ തുറന്ന് പറയുക. അപ്പോൾ നമുക്ക് ഒരു വ്യക്തി നമ്മളോട് അനാവശ്യമായി ഇടപെടുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണ് നമ്മുടെ ഭാവം, നമുക്കതിനെ വളരെ കൂളായിട്ട് നമുക്കതിനെ ഫേസ് ചെയ്യാൻ കഴിയുമ്പോൾ, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നവരാ, നമ്മൾ ഒരുപാട് താഴ്മയും സൗമ്യതയൊക്കെ ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുന്നവരാ. ഇല്ല പ്രിയമുള്ളവരെ, ഇതിനൊന്നും ദൈവസന്നിധിയിൽ വിലയില്ല. എന്നാൽ ഈ ഉയരത്തിലെ ജ്ഞാനമുണ്ടെങ്കിൽ നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കും. കർത്താവിൻ്റെ ആ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വായിക്കുന്നത് നമ്മുടെ സൗമ്യത നമ്മൾക്കറിയാമല്ലോ. നമ്മൾ സൗമ്യതയുള്ളവർ ഇവിടെ ഈ ഒലിമല ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് സൗമ്യതയുള്ളവരെ കുറിച്ച് പറയുമ്പോൾ മത്തായി 5:5 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ നമ്മൾ വായിച്ച യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ യാക്കോബ് ഒരു കാര്യം എടുത്തു പറയുന്നത്, അതേ യാക്കോബ് 3:13 നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. കണ്ടോ, സൗമ്യതയോടെയുള്ള നല്ല നടപ്പ് എത്ര ഗഹനമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സൗമ്യത വെളിപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം സൗമ്യതയുള്ളവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൗമ്യത അത് എല്ലാവർക്കും വെളിപ്പെടട്ടെ. നമ്മളെ തന്നെ നമുക്ക് ഒന്നുകൂടെ ശൂന്യമാക്കുന്നതിൽ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഉയരത്തിലെ ജ്ഞാനം നമ്മളെ സൗമ്യതയുള്ളവരാക്കി മാറ്റുന്നു എന്ന് കാണാൻ കഴിയും. 4-ാമത്തെ വിഷയം അനുസരണം. അപ്പോൾ നമ്മൾ ഉയരത്തിലെ ജ്ഞാനം ഉള്ളൊരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കും. നമ്മൾ പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ളവരായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നമ്മൾ അനുസരണമുള്ളവരായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ദൈവമക്കളെ, നമുക്ക് കർത്താവ് തന്ന കാൽച്ചുവടുകൾ പിൻപറ്റുമ്പോൾ കർത്താവ് തന്ന മാതൃക എന്താണ്? നമുക്കറിയാം, ഫിലിപ്പർ 2:8 മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അവിടുന്ന് അനുസരണമുള്ളവരായിരുന്നു. അപ്പോൾ ഈ അനുസരണം ദൈവം നമ്മളിലും പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ അനുസരണത്തോടുള്ള ബന്ധത്തിൽ വളരെ പരാജിതരാ പലരും. നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം വായിക്കുമ്പോൾ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാബോധനായി തീർന്നു. അപ്പോൾ പുത്രൻ പിതാവിനെ അനുസരിച്ചതുപോലെ നാം പുത്രനെ അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. നമുക്ക് അനുസരണമുണ്ടോ എന്നുള്ളത് ഒരു വിലപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് പ്രിയമുള്ളവരെ അനുസരണത്തിൻ്റെ ആത്മാവാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ വായിക്കുന്നത് അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവെന്ന്. ഈ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ് അനുസരണത്തിൻ്റെ ആത്മാവാണ്.
വളരെ വിലപ്പെട്ട കാര്യമല്ലേ? നമുക്കിന്ന് ആത്മാവിനെ അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അതുകൊണ്ടല്ലേ റോമർ 8:14 വായിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്താൽ നടത്തപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, നടത്തുമ്പോൾ അത് അനുസരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഉയരത്തിലെ ജ്ഞാനം അത് അനുസരണത്തിൻ്റെ ജ്ഞാനമാണ്. അതൊരിക്കലും മറുതലിക്കത്തില്ല, പരിശുദ്ധാത്മാവിനോട് മറുതലിക്കത്തില്ല. അതിന് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കും. എത്ര വിലപ്പെട്ട കാര്യമാണ് ഉയരത്തിലെ ജ്ഞാനത്തിൻ്റെ ഈ സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ പൂർണ്ണമായും ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് നമുക്ക് എത്രമാത്രം ഉത്സാഹം വേണം. 5-ാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, കരുണ. നാം കരുണ പ്രാപിച്ചവരാണ്. നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള ഒറ്റ കാരണം പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി എന്നുള്ളതാണ്. വളരെ വിലപ്പെട്ട കാര്യമല്ലേ? ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെയാണ്. റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 15-16, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. കണ്ടോ പ്രിയമുള്ളവരെ, ഇന്ന് ഭാവമോചനം പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ, ഈ നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് എവിടെയെല്ലാം ഏതെല്ലാം രീതിയിൽ ഓടുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ഈ കരുണ ലഭിച്ചില്ല, അവർക്ക് ഈ കൃപ ലഭിച്ചില്ല. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ വലിയ കൃപ, കരുണ, നമ്മൾ ഭാവി ശിക്ഷാവിധിക്ക് മാത്രം യോഗ്യർ. ദൈവത്തിന് കരുണ തോന്നി നമ്മളെ രക്ഷിക്കുവാൻ. അങ്ങനെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയില്ലായിരുന്നെങ്കിൽ നാം ഒരു നാളും രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. നോക്കുക, നമ്മൾ ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചവരാണ്. അപ്പോൾ കരുണ പ്രാപിച്ചവർ എന്ത് ചെയ്യണം? കരുണ പ്രാപിച്ചവർ മറ്റുള്ളവർക്കും കരുണ ചെയ്യണം. നമുക്കറിയാം, ഒരിക്കൽ 2 കടക്കാരെക്കുറിച്ച് കർത്താവ് പറയുകയുണ്ടായി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. അപ്പോൾ ഒരുവൻ ഒരു കോടി രൂപ കടപ്പെട്ടവനായിരുന്നു. അപ്പോൾ ഇവൻ ആ യജമാനോട് യാചിച്ചു കഴിഞ്ഞപ്പോൾ യജമാനൻ അവൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു, അവനോട് കരുണ കാണിച്ചു. എന്നാൽ ഇവൻ പുറപ്പെടുമ്പോൾ വെറും നിസ്സാരം 100 രൂപ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെ, വെറും 100 രൂപ കടമുണ്ടായിരുന്ന ഒരുത്തിനെ കൊങ്ങയ്ക്ക് പിടിച്ച് താട ഇവിടെ അതിന് ഇപ്പതിന് വിടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവനോട് വളരെ മോശമായിട്ട് പെരുമാറി. അപ്പോൾ ഈ യജമാനനോട് മറ്റുള്ള ദാസന്മാർ വന്ന് പറഞ്ഞപ്പോൾ ഇവനെ വിളിച്ചിട്ട് ഈ യജമാനൻ പറയുന്നത്, എനിക്ക് നിന്നോട് കരുണ തോന്നിയില്ലേ? നിനക്ക് മറ്റുള്ളവരോട് കരുണ തോന്നാൻ എന്ത്? കണ്ടോ? അപ്പോൾ കരുണ പ്രാപിച്ചവൻ കരുണ കൊടുക്കുവാനും കടപ്പെട്ടവനാണ്. നമുക്ക് ലഭിച്ച ഈ കരുണ നമുക്ക് മറ്റുള്ളവരോടും കരുണ കാണിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇത് ഉയരത്തിലെ ജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണമാണ്. യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്ന അനുഗ്രഹീതമായൊരു വാക്യം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലുണ്ട്. കരുണ കാണിക്കാത്തവനും കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നോക്കുക, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. നോക്കുക, അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് 2 ശമൂവേൽ അതിൻ്റെ 22-ാം അധ്യായം 2 ശമൂവേൽ 22-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യം വായിക്കുമ്പോൾ, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. കണ്ടോ? ദൈവം നമ്മളോട് എങ്ങനെ ഇടപെടുന്നേ? 2 ശമൂവേൽ ചാപ്റ്റർ 22 വേഴ്സ് 26-27 എത്ര കൃത്യമായിട്ടാണ് പ്രിയമുള്ളവരോട് എഴുതിയിരിക്കുന്നത്. എന്താ പറയുന്നത്? ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. നോക്കുക, അപ്പോൾ നമ്മൾ ദൈവമക്കൾ എങ്ങനെയായിരിക്കണം പ്രിയമുള്ളവരെ?
നമുക്ക് വളരെ കരുണ കാണിക്കുവാനായിട്ട് കഴിയണം. നമ്മൾ 2 തിമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായം 16 മുതൽ 18 വരെ വായിക്കുമ്പോൾ, 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. കണ്ടോ, കരുണ കാണിച്ചവനോട് കരുണ കാണിക്കുന്ന ഒരു മനോഭാവം, അവന് കരുണ ലഭിക്കുവാൻ തക്കൊണ്ട് ഇടയാക്കേണ്ടതിനുള്ള പൗലോസിൻ്റെ പ്രാർത്ഥന എത്ര വിലപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, ഉയരത്തിലെ ജ്ഞാനം നമ്മളെ കരുണയുള്ളവരാക്കി മാറ്റുന്നു. ഇനിയും നമ്മൾ 6-ാമത്തെ കാര്യം നോക്കുമ്പോൾ, നമ്മൾ സൽഫലമുള്ളവരായിരിക്കണം. സൽഫലം, നല്ല ഫലങ്ങൾ അല്ലേ? നമുക്കറിയാം, എഫേസ്യർ 2:10 വായിക്കുന്നത് നമ്മളെ സൽഫലങ്ങൾക്കായി അല്ലെ സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ സൽഫലങ്ങൾ നമ്മളിലുണ്ടോ? മത്തായി 5:16 കർത്താവ് പറഞ്ഞു, നിങ്ങളിലുള്ള ആ സൽഫലങ്ങളെ കണ്ടിട്ട് സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും. അപ്പോൾ മറ്റുള്ളവർ നമ്മളിലുള്ള സൽഫലങ്ങളെ കാണുവാൻ തക്കവണ്ണം നമ്മളിൽ സൽഫലങ്ങൾ ഉളവാകണം. ഇതല്ലേ, അതുകൊണ്ടല്ലേ ഒരു വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നേ. നോക്കുക, അപ്പോൾ നമ്മളിൽ എങ്ങനെയുള്ള ഫലമാണ് ഉളവാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതേ മത്തായി 7-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെ കർത്താവ് പറയുന്ന വളരെ വ്യക്തമായ ഒരു പിന്നെ അടയാളമായിട്ട് ദൈവം പറയുന്നത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്നും അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നോക്കുക, നമ്മളിൽ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ സൽഫലങ്ങളാണോ ഉളവാകുന്നത്? അതാ നാം ചിന്തിക്കേണ്ടേ. നമ്മൾ തീത്തോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ വളരെ തുടർമാനമായിട്ട് ഇതിനെക്കുറിച്ച് വിശദമായി പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ വായിക്കാനായിട്ട് നമുക്ക് കഴിയും. തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. വിരോധികൾ നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. സൽപ്രവർത്തികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. എന്നിട്ട് അതിൻ്റെ തന്നെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തത് എന്തിനു വേണ്ടിയാ? നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കുവാൻ. വീണ്ടും അതിൻ്റെ 3:1 വായിക്കുന്നത്, വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും. അപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. വീണ്ടും അതിൻ്റെ 3:8 വാക്യത്തിൽ വായിക്കുന്നത്, തീത്തോസ് 3:8, ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിങ്കിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം. സൽപ്രവർത്തികൾ അവർ ഉത്സാഹികളായിരിക്കണം. വീണ്ടും 3:14 വാക്യം, നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. സൽപ്രവർത്തികളിൽ മുൻപരായിരിക്കണം. എന്ത് നല്ല ഉപദേശങ്ങളാണ് പ്രിയമുള്ളവരെ. യഥാർത്ഥമായും നമുക്ക് ലഭിക്കുന്ന ഈ സ്വർഗീയ ജ്ഞാനം നമ്മളെ സൽപ്രവർത്തികളിൽ മുൻപന്മാരാക്കി തീർക്കും. നമ്മൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്നല്ലേ റോമർ 12:21 നമ്മൾ വായിക്കുന്നത്. ഒരിക്കലും നമ്മളിൽ തിന്മയല്ല, തിന്മ മറ്റുള്ളവർ ചെയ്താലും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അതിനെ ജയിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഞാനൊരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ശൗല് ദാവീദിന് വളരെ തിന്മകൾ ചെയ്തു.
എന്നാൽ ദാവീദ് ശൗലിന് നന്മ ചെയ്തു. ഈ കാര്യം ശൗൽ തന്നെ പറയുന്ന ഒരു വാക്യം 1 ശമൂവേൽ അതിൻ്റെ 24-ാം അധ്യായം. 1 ശമൂവേൽ അതിൻ്റെ 24-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമായതുകൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. 1 ശമൂവേൽ അതിൻ്റെ 24-ന്റെ 17-ാം വാക്യം. അവിടെ വായിക്കുന്നത്, പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. കണ്ടോ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ദൈവമക്കളെ, എത്ര വിലപ്പെട്ട കാര്യമാണ്. ഞാനിനി ആ 7-8 കാര്യം കൂടെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ 7-ാമത്തെ കാര്യം പക്ഷപാതമില്ലാത്തത്. ഉയരത്തിലെ ജ്ഞാനം പക്ഷപാതമില്ലാത്തതാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഇന്നത്തെ ജനങ്ങൾ പൊതുവെ മറ്റുള്ളവരോട് പലതിലും മുഖപക്ഷം കാണിക്കും. എന്നാൽ ദൈവമക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. കണ്ടോ, മുഖപക്ഷം കാണിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. നമ്മൾ പത്രോസും പറയുന്നത് 1 പത്രോസ് 1:17, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവത്തെ നിങ്ങൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെയും അനുഭവയാത്ര ഭയത്തോടെ കഴിപ്പിൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം അധ്യായം 25-ാം വാക്യമാണ്. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അപ്പോൾ നമ്മൾക്ക് ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മുഖപക്ഷം കാണിക്കാൻ, പക്ഷാഭേദം കാണിക്കാനായിട്ട് പാടില്ല. അവസാനം കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. കപടമില്ലാത്തത്. ഉയരത്തിലെ ജ്ഞാനത്തിൽ എന്തില്ല? കപടമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹത്തിൽ കപടത പാടില്ല. നമ്മൾ ഇവിടെ തന്നെ 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കണം? നമ്മുടെ സ്നേഹം അതിനെക്കുറിച്ച് വായിക്കുന്നത്, എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ, ഇവിടെ ആത്മാക്കൾ എന്നുള്ള ദേഹിയെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. ഹൃദയപൂർവ്വമുള്ള സ്നേഹം ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ 1 തിമോത്തി 5:22 അവസാനം അവിടെ വായിക്കുന്നത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, ദൈവിക ജ്ഞാനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനം എന്ന് 1 കൊരിന്ത്യർ 1:24 നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജ്ഞാനം അല്ലെ ക്രിസ്തു നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? അവിടെ യാതൊരു രീതിയിലും അശുദ്ധിയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിക്കണമെങ്കിൽ 2 കൊരിന്ത്യർ 7:1 ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. നമുക്ക് നമ്മുടെ കർത്താവ് ഏത് നിമിഷം വരുന്നുവെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് വരുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും. ഈ പ്രത്യാശയുള്ളവരുടെ ഒരു അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നത് 1 യോഹന്നാൻ 3:3 ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മളിവിടെ കണ്ട ഉയരത്തിലെ ജ്ഞാനത്തിൻ്റെ 8 സവിശേഷതകൾ എന്തൊക്കെയാണത്? 1, ഉയരത്തിലെ ജ്ഞാനം നിർമ്മലമാണ്. 2, അത് സമാധാനമുള്ളതാണ്. 3, അത് ശാന്തതയുള്ളതാണ്. 4, അത് അനുസരണമുള്ളതാണ്. 5, അത് കരുണയുള്ളതാണ്. 6, അത് സൽഫലം നിറഞ്ഞതാണ്. 7, അത് പക്ഷപാതമില്ലാത്തതാണ്. 8, അത് കപടമില്ലാത്തതാണ്. ഇതാണ് ഉയരത്തിലെ ജ്ഞാനം.
ഉയരത്തിലെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ അതൊരു വ്യക്തി തന്നെയാണ്. അത് ക്രിസ്തുവാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിന് ജീവിക്കുന്ന ഒരു അനുഭവമാകുന്നു നമ്മുടേതെന്ന് വെളിപ്പെടുത്തുന്നത് ഈ ജ്ഞാനത്തിൽ ജീവിക്കുന്നതാണ്. എത്ര വലിയ കാര്യമാണ്! അപ്പോൾ ഉയരത്തിലെ ജ്ഞാനത്തിൻ്റെ ഈ സവിശേഷതകൾ എന്നിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. എത്ര അനുഗ്രഹമാണ്! ഈ വചനങ്ങളും ഈ ചിന്തകളും നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹമായി മാറട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ ഈ ഉയരത്തിലെ ചിന്തയിൽ ഈ സ്വർഗീയമായ ജ്ഞാനം പ്രാപിക്കുന്നതിൽ നമുക്ക് ഉത്സുകരായിരിക്കാം. കർത്താവായ നിങ്ങളെ സഹായിക്കട്ടെ. നല്ല ഫലവത്തായ വിജയകരമായ മാതൃകാപരമായ നയിപ്പാൻ അത് നമ്മെ സഹായിക്കും. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.